അതായത് ഈ കുഞ്ഞുമാവയാണ് ഈ മോനെ നോക്കുന്നത്. ഇവരെല്ലാം നോക്കുന്നത് ഈ വല്യമ്മച്ചി, 78 വയസ്സുള്ള അമ്മ. പൊക്കി വെച്ച് അടച്ചാണ് അമ്മ എടുക്കുന്നത്. നമസ്കാരം, അച്ചായൻസ് സ്കൂളിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർക്കിച്ചൻ. നമ്മളിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ആലപ്പുഴ അമ്പലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ എത്തിയിരിക്കുന്ന 3 കുട്ടികളുടെ, കഷ്ടപ്പെടുന്ന 3 കുട്ടികളുടെ അവസ്ഥ കാണാനാണ്. ഈ കുടുംബത്തിലാണെങ്കിൽ ഈ കുട്ടികളുടെ അച്ഛൻ മരിച്ചുപോയി, അമ്മയാണ് മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് ആകെ ബുദ്ധിമുട്ടിലാണ്. അതുപോലെ തന്നെ വല്യമ്മയാണ് ഈ മക്കളെ എല്ലാം നോക്കുന്നത്. ഇവരുടെ അവസ്ഥകളും ഇവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്തിട്ട് പോവാം. നമുക്ക് അങ്ങോട്ട് പോവാം, ബാ. സാരല്ല ഇല്ല സാരല്ല. അമ്മയ്ക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നില്ല. അപ്പുറത്ത് എപ്പോഴും ഏത് സമയത്തും മഴയത്തും വെള്ളത്തിൽ നിൽക്കാം. ഞങ്ങളോട് അച്ഛൻ എന്നാ പറ്റി? അച്ഛൻ കെട്ടിപ്പോയി മരിക്കുമായിരുന്നു. ഈ അവസ്ഥ അമ്മ ഇത് പറഞ്ഞ അനുസരണ ഇല്ല. എന്താ ഡോക്ടറെ അടുത്ത് പോകാൻ വിളിച്ചാൽ വരത്തില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴാണ് എൻ്റെ അടുത്ത് ഞാൻ കെട്ടിത്തൂങ്ങി ചാവും. ഇപ്പോഴും അന്നേരം എന്തായാലും ചോദിച്ചാൽ ഉടനെ പറയും ഞാൻ ചാവും, ആഹാരം വെച്ച് കൊടുക്കത്തില്ല, സംസാരിക്കുകയില്ല അല്ലേ? ഇങ്ങനെ കരയും. അച്ഛന്ന് പറഞ്ഞ കരയൊന്നുമില്ല. വിശക്കുമ്പോഴൊക്കെ അച്ഛനാണെങ്കിൽ മരിച്ചു, അച്ഛൻ മരിച്ചെന്നുള്ളതാണ് ഇപ്പോഴും അറിയത്തില്ല. കുട്ടികളുടെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വരാതിരിക്കാൻ പറ്റിയില്ല. വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ കൂടെ വരുമ്പോ നമുക്ക് റിസ്ക് ആണ്. കാരണം എന്താ വെച്ചാൽ വണ്ടിയല്ല, വെള്ളം കയറി നിന്ന് പോകുന്ന ഒരു പേടിയുണ്ട്. പക്ഷെ എന്നാലും ദയവായിട്ട് എന്നെ ഇവിടെ എത്തിച്ചു. ഈ അവസ്ഥ കാണിക്കാൻ പറ്റി. അപ്പൊ കതക് പോലും ഇല്ല ഈ വീട്ടിൽ അല്ലേ? എന്താണ് കതക് അല്ലേ? പൊക്കി വെച്ച് അടച്ചാണ് അമ്മ എടുക്കുന്നത്. അതായത് ഈ കൊച്ചു കിടക്കുന്ന ഇവിടെയാണ്, നിലത്താ കിടക്കുന്നത്. കുഞ്ഞുമാവയാണ് ഈ മോനെ നോക്കുന്നത്. ഇവരെല്ലാം നോക്കുന്നത് ഈ വല്യമ്മച്ചി, 78 വയസ്സുള്ള അമ്മച്ചി. എന്താ കാര്യം? അച്ഛനില്ല, അച്ഛൻ മരിച്ചുപോയി. അമ്മയ്ക്കാണെങ്കിൽ മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അമ്മ ഫുഡ് ഉണ്ടാക്കില്ല. ചോറ് വെച്ചിട്ട് തിന്നാൻ പറഞ്ഞിട്ട് തിന്നത്തില്ല. അപ്പുറത്ത് ഒരുപാട് പാല് തന്നാ കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് ചായ ഇന്നലെ ഇട്ടിട്ട് അവള് ചായ വാങ്ങിച്ച് അടുക്ക വെച്ച് കളയായിരുന്നു. ഞാനിവിടെ അല്ല പോരെ, ഓടെ വന്ന് കിടക്കുകയായിരിക്കും. അതായത് ഈ വല്യമ്മച്ചി ഈ വീടിന് കാവലിരിക്കുക. കാരണം രാത്രി ആയി കഴിഞ്ഞാൽ ഈ അമ്മ ഇറങ്ങിപ്പോവും. അതായത് അമ്മയ്ക്ക് മാനസികമായിട്ട് പ്രശ്നമുള്ളതുകൊണ്ട് ഈ അമ്മ ഈ കുട്ടികളെ വിട്ടിട്ട് ഇറങ്ങിപ്പോവും. അതുകൊണ്ട് വല്യമ്മച്ചി അവിടെ കഥയില്ലാത്ത ഈ വീടിന് വല്യമ്മച്ചി അവിടെ കാവലിരിക്കുക. അതാണ് ഇവിടുത്തെ അവസ്ഥ. അമ്മച്ചി കരയണ്ട, എല്ലാം ശരിയാ. അമ്മച്ചിക്ക് എല്ലാം ദൈവം അനുഗ്രഹിച്ചോളും. ഇതാണ് ഇവിടുത്തെ അടുക്കള അല്ലേ അമ്മ? അടുക്കളയിലൊന്നും ഇല്ല അല്ലേ? പട്ടിണിയാണ്. അപ്പുറത്തുനിന്ന് പാല് മേടിക്കുമായിരുന്നു അമ്മ, വിളിച്ച് തന്നാണോ? ഇതാണ് ഈ വീട്ടിലെ അവസ്ഥ. ഇത് കണ്ടോണോ? നിങ്ങളെല്ലാം കാണണം കേട്ടോ. മോളും വിളിച്ചോ. ഈ കൊച്ചാ കേട്ടോ ഈ മോനെ പൊന്നുപോലെ നോക്കുന്നത് കേട്ടോ. അമ്മയ്ക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ പൊന്നുമോളെയാണ് പുസ്തകങ്ങൾ പിടിക്കുക. പിടിച്ചോ, വാട്ടർ ബോട്ടില് പിടിച്ചോ. 2 പേർക്കുള്ള സാധനങ്ങള്, കൊടകള്, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇനി മിടുക്കലായിട്ട് പഠിക്കണം കേട്ടോ. മുഖ കാശില്ല എന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കരുത്. അമ്മച്ചി പിടിച്ചേ, ഫണ്ട് കൊണ്ട് പിടിക്കാം. അതുപോലെ തന്നെ കൊച്ചിന് ഞാനൊരു ഫണ്ട് തരുവാണ്, കൈ കിടന്നോട്ടെ, നമുക്ക് മുന്നോട്ട് വിദ്യാഭ്യാസത്തിന് തന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അച്ചായൻ പോകുന്നത്. ഓക്കെ, സന്തോഷമായില്ലേ? ഹാപ്പി ആയില്ലേ കേട്ടോ? ഈ പൊന്നുവനെ നോക്കിക്കോണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ വരെ ബൈ ബൈ. അച്ചായൻ സ്കൂളിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർക്കിച്ചു. നന്ദി എന്ന് പറയുന്ന കാര്യമില്ല അമ്മ. ഇതിലെല്ലാവർക്കും ഇങ്ങനത്തെ അവസ്ഥകൾ ഒത്തിരി പേർക്കുണ്ട്. ആകെ തേടി എത്തി ഞാൻ ഇങ്ങോട്ട് ഓരോ സ്ഥലങ്ങളിൽ, അതല്ല ഇപ്പൊ ആലപ്പുഴയിൽ എത്തിച്ചു തന്നെ. പിള്ളേർക്കെല്ലാം നല്ലത് വരട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഓക്കെ, നിങ്ങളൊക്കെ ഉള്ളതാണ് നമ്മുടെ വിജയം കേട്ടോ. നിങ്ങളെ പോലെയുള്ള ജനങ്ങളുള്ളത് നമ്മുടെ സപ്പോർട്ട് അല്ലേ? ശരി, ഓക്കെ.